ചിങ്ങവനം വഴി കോട്ടയം മൂവാറ്റുപുഴ അങ്കമാലി കയറി തൃശൂർ പാലക്കാട് വഴി തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഇറങ്ങി അവിടെ നിന്നും പല്ലടം വഴി നാമക്കല്ലെത്തി അവിടെയുള്ളൊരു കോഴി ഫാമിലാണ് നമുക്ക് ഈ ലോഡ് ഇറക്കാനുള്ളത്. ശരിക്കും ഈ കുട്ടനാടെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. ലോകം മൊത്തം വേനൽക്കാലത്ത് വറ്റി വരണ്ട് കിടക്കുന്നു. പക്ഷേ ഇവിടെ മാത്രം പോകും വഴിയെല്ലാം വെള്ളം നിറഞ്ഞ് കിടക്കുന്നു. സമയം 11:52 നമ്മൾ കോട്ടയം എത്തി. ഫുഡ് കഴിക്കാനായിട്ട് അടുത്തുള്ള ഒരു ചെറിയ തട്ടുകടയിൽ കയറി. ഈ കടയിലെ സ്പെഷ്യൽ ഫുഡ് കഞ്ഞിയാണ്. കൂടെ മോരും ചമ്മന്തിയും തോരനും ഉപ്പും മുളകും പപ്പടം ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി കഞ്ഞിയായിരുന്നു. നമുക്ക് ആവശ്യത്തിന് വീണ്ടും മേടിച്ച് കഴിയുകയൊക്കെ ചെയ്യാം. ഒരാൾക്ക് 40 രൂപ വിലയായുള്ളൂ. ഫുഡ് കഴിച്ച ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഡീസൽ കുറവായതിനാൽ നേരെ അടുത്തുള്ള ഒരു പമ്പിലോട്ട് വണ്ടി കയറ്റി. താൽക്കാലികമായി 10,000 രൂപയുടെ ഡീസലാണ് അടിക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ ഡീസലിന് 2 രൂപയിൽ കൂടുതൽ വിലക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി ഡീസൽ അടിയെല്ലാം തമിഴ്നാട് ഇറങ്ങിയ ശേഷം അടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പോകും വഴി കൂത്താട്ടുകുളം റോഡിൽ വെച്ച് കണ്ടൊരു ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് നടന്നിട്ട് അധികം നേരം ആയെന്ന് തോന്നുന്നില്ല. കാറിൽ നമ്മുടെ KSRTC ആണ് കൂട്ടിയിടിച്ചിരിക്കുന്നത്. കാഴ്ചയിൽ KSRTC റോങ് സൈഡാണ് കിടക്കുന്നത്. ഇടതു ചേർന്ന് വരേണ്ട KSRTC